എല്ലാ കൂട്ടുകാർക്കും 4ാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ പനിനീർച്ചെടി എന്ന പാഠഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. കവിതയ്ക്ക് പുതിയ ഈണം നൽകുവാനുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനുണ്ട്, കവിതയിലെ പുതിയ പദങ്ങൾ കണ്ടെത്തി പദനിഘണ്ടു രൂപപ്പെടുത്തുവാനുമുണ്ട്. ചാപ്റ്റർ 2 ഹരിതം. പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ചു ശോകത്തോപ്പിലേറി, ചാഞ്ചാടിയപ്പോഴാ ചില്ലി കൊമ്പുതാൻ ചാടുമർമരം ചൊല്ലി, ചഞ്ചൽ തളിർ കൊണ്ടു വീശി നെറും ചെഞ്ചായമൊന്നങ്ങു പൂശി, ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി. മഹാകവി കുട്ടമത്ത് കുഞ്ഞിയൂര് കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തത്തമ്മ വന്നപ്പോഴുണ്ടായ ചില്ലയുടെയും ഒക്കെ മാറ്റങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെയുള്ള ചോദ്യം? പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിലുണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുമുള്ളത്? പറഞ്ഞു നോക്കൂ. നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ എഴുതാം. മഴ, മഴവില്ല്, പൂമ്പാറ്റകൾ, പക്ഷികൾ, പൂക്കൾ, മല, പച്ചവിരിച്ച പാടം തുടങ്ങിയവയാണ് എഴുതേണ്ടത്. അന്തിനക്ഷത്രം എന്ന കവിതയിൽ നിന്നെടുത്ത മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ ചില വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പനിനീർ ചെടി എന്നാണ് ഇവിടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈണത്തിലും താളത്തിലും പാടി ടീച്ചർക്ക് ഓഡിയോ അയച്ചു കൊടുക്കുക. ഇതിൽ പറയുന്നത് ഒരു കുട്ടി റോസാപ്പൂ അഥവാ പനിനീർ ചെടി നട്ടിട്ട് അതിനെ പരിപാലിക്കുന്നതും അതിൻ്റെ ഭംഗിയൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൂട്ടുകാരൊന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ഇതിലെ പ്രവർത്തനം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. കുട്ടി പനിനീർ ചെടിയെ എങ്ങനെയെല്ലാമാണ് പരിപാലിച്ചത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം എഴുതിയാലോ? കുട്ടി എങ്ങനെയൊക്കെയാണ് നമ്മുടെ പനിനീർ ചെടിയെ പരിപാലിച്ചത്? ഓരോ ദിവസവും പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു, അതിൻ്റെ തളിരിലകൾ കീടങ്ങൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചു, പുതിയ നാമ്പുകൾ ഉച്ചയുടെ വെയിലേറ്റ് വാടാതെ സംരക്ഷിച്ചു. ഇങ്ങനെയെല്ലാം കുട്ടി പനിനീർ ചെടിയെ പരിപാലിച്ചു. ഇതാണ് ഉത്തരം. അതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹേമന്തം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പനിനീർ ചെടിക്ക് ഉണ്ടായത്? ഹേമന്തം വന്നപ്പോൾ ചെടിക്കുണ്ടായ മാറ്റങ്ങൾ ഇതിൽ പറയുന്നുണ്ടല്ലേ. ഹേമന്തം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്തു മനോഹരമായി, മഞ്ഞുതുള്ളിയാകുന്ന മുത്തുമണിന് ചെടി അതീവ സുന്ദരിയായി, ചെടിയിലെ ഓരോ ചില്ലയിലും മൊട്ടുകൾ ഉണ്ടായി. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ആശയം സാറ് തന്നിട്ട് അതിലെ വരികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ മറ്റൊരു പ്രവർത്തനം കൂടി പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു എന്ന് കാണിക്കുന്ന വരികൾ കണ്ടെത്തണം. നമുക്ക് കണ്ടെത്തിയാലോ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശീതള ജലധാര പകർന്നു ഞാൻ. ഈ ഒരു വരിയാണ് നമ്മുടെ ആശയവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു വരിയായിട്ടുള്ളത്. അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി എന്ന് കാണിക്കുന്ന വരികൾ കണ്ടെത്തുവാൻ. അതും നമുക്ക് കണ്ടെത്താം. ആർത്തിരമ്പുകയായനുവേലമെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം എന്ന ഈ 2 വരികളാണ് സന്തോഷമായി എന്ന് കാണിക്കുന്ന വരികൾ. അടുത്ത പ്രവർത്തനം പദനിഘണ്ടു തയ്യാറാക്കുവാനാണ്. പദനിഘണ്ടു തയ്യാറാക്കുവാൻ ആവശ്യമായ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം. എൻ്റെ പനിനീർ ചെടി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പുതിയ പദങ്ങളും അർത്ഥങ്ങളുമാണ് ഇത്. അങ്കണം മുറ്റം, അനുവാസരം ദിവസം തോറും, അങ്കുരിക്കുക മുളയ്ക്കുക, അംഗം അവയവം, അനുവേലം എപ്പോഴും കൂടെ കൂടെ, അന്തരംഗം മനസ്സ്, ഉച്ചപയിലേറ്റു ഉച്ചവെയിലേറ്റു, ഉല്ലസിക്കുക ശോഭിക്കുക, കണം തുള്ളി, ജാതം ജനിച്ചത് ഉണ്ടായത്, തുഷാരം മഞ്ഞ്, നാമ്പ് തളിർ അഥവാ കൂമ്പ്, പുൽക്കുക ആലിംഗനം ചെയ്യുക, പുളകം രോമാഞ്ചം,
പുലരി, പ്രഭാതം. മനം, മനസ്സ്, മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മോദം, സന്തോഷം. വല്ലി, വള്ളി. വിസ്മരിക്കുക, മറക്കുക. ശീതളം, തണുത്ത. ശ്യാമളം, കറുത്ത. സാഗരം, സമുദ്രം. സൗഭഗം, സൗന്ദര്യം. ഹേമന്തം, മഞ്ഞുകാലം. 6 ഋതുക്കളിൽ ഒന്ന്. അതായത് 6 ഋതുക്കളിലുള്ള ഒരു കാലമാണ് മഞ്ഞുകാലം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വസന്തകാലം, അതുപോലെ ഒരുപാട് കാലമുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും. ക്ഷുദ്രം, ചെറിയ, നിസ്സാരമായ. കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.